ചരിത്ര പ്രാധാന്യം നിറഞ്ഞ ഇടുക്കി പീരിമേട് പള്ളിക്കുന്ന് ദേവാലയത്തെ തീർത്ഥാടന ടൂറിസവുമായി ബന്ധപ്പെടുത്തുന്നത് പരിഗണനയിലെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ദേവാലയത്തിന്റെ പൈതൃക ടൂറിസം സാധ്യതകൾ പരിശോധിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് റിയാസ് ഇവിടെ സന്ദർശനം നടത്തി. ബ്രിട്ടീഷ് രൂപശൈലിയിൽ 150 വർഷം മുമ്പ് നിർമ്മിച്ചതാണ് പീരിമേട് പള്ളിക്കുന്നിലെ ദേവാലയം. മൂന്നാറിൽ തേയില കൃഷിക്ക് തുടക്കം കുറിച്ച ജോൺ ഡാനിയൽ മൺട്രോയുടെ ഉൾപ്പെടെയുള്ള ശവകുടീരങ്ങളും വെള്ളക്കുതിരയുടെ കല്ലറയും ഇടുക്കിയുടെ പതിവ് കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായ അനുഭവമാണ് സഞ്ചാരികൾക്ക് നൽകുന്നത്. അപൂർവമായ ചരിത്രസാക്ഷ്യം നിറഞ്ഞ ദേവാലയവും വിദേശികളുടെ കല്ലറകളും ഇടുക്കിയിലേക്ക് കൂടുതൽ സഞ്ചാരികളെ എത്തിക്കുന്നതിന് ഇടയാക്കും. പൈതൃക ടൂറിസത്തിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ദേവാലയത്തിൽ സന്ദർശനം നടത്തിയത്. പുതിയ സഞ്ചാരികളെ ചരിത്ര സ്മാരകങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള നടപടികൾ വിനോദസഞ്ചാര വകുപ്പ് കൈക്കൊണ്ടുവരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. തീർത്ഥാടക ടൂറിസത്തിന്റെ ഭാഗമായി ഈ ദേവാലയത്തെ മാറ്റാനുള്ള ഇടപെടൽ ടൂറിസം വകുപ്പ് നടത്തും എന്നുള്ള സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഈ ആരാധനാലയത്തിൻ്റെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവരുമായി ഒരു ചർച്ചയും ബന്ധപ്പെട്ടവരുമായി ചർച്ചയും നടത്താൻ ടൂറിസം ഡയറക്ടർ കൂടെയുണ്ട്. ഞങ്ങളതിന് മുൻകൈ എടുക്കും എന്നുള്ളത് അറിയിക്കും. പൈതൃകങ്ങളും പാരമ്പര്യവും സംരക്ഷിക്കാനും അവയുടെ സ്മാരകങ്ങളിലേക്ക് പുതിയ തലമുറയിലെ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനുമുള്ള പദ്ധതികൾക്ക് വിനോദസഞ്ചാര വകുപ്പ് മുൻഗണന നൽകുന്നുണ്ട്. ഹെറിറ്റേജ് ടൂറിസത്തിന്റെ ഭാഗമായി ഒട്ടേറെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സംരക്ഷിക്കുകയും വിനോദസഞ്ചാരത്തിന് അനുയോജ്യമായ വിധത്തിൽ വികസിപ്പിക്കുകയും ചെയ്തു വരുന്നതായി മന്ത്രി പറഞ്ഞു. പഴമ നഷ്ടപ്പെടുത്താതെയാണ് ഇപ്പോൾ പള്ളിക്കുന്ന് ദേവാലയത്തെ സംരക്ഷിക്കുന്നത്. ജോൺ മൺട്രോ അടക്കമുള്ളവരുടെ കല്ലറകൾ തേടി അവരുടെ പിൻഗാമികൾ ഇപ്പോഴും വിദേശത്ത് നിന്ന് ഇവിടെ എത്തുന്നുണ്ട്. നിജിൽ കെ മാത്യു, ഇടുക്കി വിഷൻ ന്യൂസ്, പീരിമേട്.